എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പപ്പഞ്ചപ്പണം. നമ്മൾ ഹിന്ദു അനാലിസിസിൽ ഫെബ്രുവരി 3 ന്യൂസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട ന്യൂസുകൾ, അതുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാപ്പുകൾ, ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് UPSC, KS തുടങ്ങിയ പഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഫ്രീ ആയിട്ട് മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് UPSC, KS പഠനം നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ PCM പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിലേക്ക് ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് ക്രിമിനൽ ലോ അമെൻഡ് ചെയ്യുന്ന പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞത്. ഓക്കെ, മിനിസ്റ്റർ ഫോർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇത് ന്യൂസ് വരാൻ കാരണം നമ്മുടെ ക്രിമിനലൈസിങ് മാരിറ്റൽ റേപ്പ് പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കഴിഞ്ഞ ന്യൂസിലൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, അമെന്റ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ക്രിമിനൽ ലോ അമെന്റ് ചെയ്യണമല്ലോ അതിൽ മാറ്റം വരുത്തണമെങ്കിൽ. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ മിനിസ്റ്റർ എന്ത് ആവശ്യപ്പെട്ടത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റ് ദ പ്രോസസ് ഓഫ് ദി കോംപ്രഹെൻസീവ് അമെന്റ്മെന്റ് ആണ് ക്രിമിനൽ ലോയിൽ കൺസൾട്ടേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി ഹൈക്കോർട്ടിൽ ഓൾറെഡി ഒരു ഒരു കേസ് നടക്കുന്നുണ്ട്. ഹിയറിംഗ് എ പെറ്റീഷൻ സീക്കിംഗ് ക്രിമിനലൈസിംഗ് ദ മാരിറ്റൽ റേപ്പ് എന്ത് ചെയ്യുക, ക്രിമിനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ സമയത്ത് ഡൽഹി ഹൈക്കോർട്ട് ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിച്ചിരുന്നു. ഓക്കെ, പെറ്റീഷണർ പറയുന്നത് സ്ട്രൈക്കിംഗ് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ എക്സെപ്ഷൻ ടു സെക്ഷൻ 375 IPCക്കുള്ള എക്സെപ്ഷൻ ആയിട്ട് വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പൊ അത് പറയുന്നത് വെച്ചാൽ ഫോഴ്സിബിൾ സെക്ഷൽ ഇന്റർകോഴ്സ് or sexual acts by man with his wife. Okay, the wife not being 18 years ആണെങ്കിൽ ഓക്കെ എന്താവൂല, അത് റേപ്പ് ആയിട്ട് കൂട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് റേപ്പ് ആയിട്ട് കൂട്ടണം. ആ എക്സെപ്ഷൻ എന്ത് ചെയ്യണം, ആർട്ടിക്കിൾ സെക്ഷൻ 375 IPCക്കുള്ളത് ഒഴിവാക്കണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പെറ്റീഷണർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഡൽഹി ഹൈക്കോർട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് അപ്പൊ ഗവൺമെന്റ് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ട് ക്രിമിനൽ ലോയിൽ മാറ്റം വരുത്താൻ പോവാണ്. സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ക്രിമിനലൈസ് ചെയ്യുന്നതും പ്രശ്നങ്ങളാണെന്നുള്ളൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ. അപ്പൊ അതുകൊണ്ട് തന്നെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് അത് തീരുമാനിക്കുക. പിന്നെ സെക്ഷൻ 3 ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി, അപ്പൊ നിങ്ങൾ അതും ജസ്റ്റ് നോക്കുക. സെക്ഷൻ 375 IPC നോക്കി വെക്കുക. നമുക്ക് പൊളിറ്റി GS2 ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ക്രിമിനലൈസിംഗ് ദ മാരിറ്റൽ റേപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ സെക്ഷൻ 3 ഓഫ് ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട്. ഈ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഫിസിക്കൽ ആൻഡ് സെക്ഷൽ, വെർബൽ ആൻഡ് ഇമോഷണൽ അബ്യൂസ് എല്ലാം എന്ത് ചെയ്യുന്നതിന്റെ ഭാഗം. ഓക്കെ, അപ്പം ഓൾറെഡി ഈ സെക്ഷൻ 3 ഓഫ് ദി ഇതിൽ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഡാറ്റ അറിഞ്ഞിരിക്കുക, ഈ ഒരു ആക്ട് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിൽ മറ്റൊരു ആക്ട് പറയുന്നത്, ഡാറ്റ പറയുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയിൽ പറയുന്നത് ഏകദേശം 7% എന്ത് ചെയ്തിട്ടുണ്ട്, മാരീഡ് വിമൻ എന്താണ് നമ്മുടെ ഈ സെക്ഷൽ വയലൻസ് വീട്ടിൽ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സ്പൗസിന്റെ അടുത്ത്. അതുപോലെ തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നതാണ് 15 to 49 ഇടയിലാണ് എന്ത് ചെയ്യുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സെക്ഷൽ വയലൻസ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് 83% റിപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട് കറന്റ് ഹസ്ബൻഡും, അതുപോലെ 9% ഫോർമർ ഹസ്ബൻഡും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പം ഇത്തരം റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അത്രത്തോളം മാരിറ്റൽ റേപ്പും അല്ലെങ്കിൽ എന്താണ് ഈ ഡൊമസ്റ്റിക് വയലൻസും സ്ത്രീകൾ നേരിടുന്നുണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു മാരിറ്റൽ റേപ്പ് ഒക്കെ ക്രിമിനലൈസ് ചെയ്യേണ്ടതിലേക്ക് വരുന്നത്. ജസ്റ്റ് ഈ വരും ദിവസങ്ങൾ അതിന്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടക്കും. ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു സെക്ഷൻ, ഈ ഒരു ആക്ട് നിർബന്ധമായിട്ട് നോക്കി വെക്കുക. GS2 പൊളിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പോയിന്റ് ആണ്. അതാണ് ന്യൂസ്. ഫസ്റ്റ് മറ്റൊരു ന്യൂസുകൾ വായിക്കേണ്ട MGNREG നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്. വേജ് ചെയ്തിട്ടുണ്ട്, ഏകദേശം എത്രത്തോളം വേജ് പെൻഡിങ് ഉണ്ട്. അതിന് കൂടെ തന്നെ ഓൾറെഡി ബഡ്ജറ്റ് അലോക്കേഷനിലും അതിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബഡ്ജറ്റ് അലോക്കേഷനും കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും MGNREG ഇത്തരത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ കൂടുതലായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബഡ്ജറ്റ് അലോക്കേഷൻ ഏകദേശം സ്കീംസ് 25% എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ അലോക്കേഷൻ കുറച്ചിട്ടുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ നമ്മൾ ഇന്നലെ ബഡ്ജറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ നോക്കി വെക്കേണ്ടത് ഒന്ന് MGNREG എന്താണ്, അത് എങ്ങനെയാണ് നോൺ സ്കിൽ ആയിട്ടുള്ള
ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള മേജർ ആയിട്ടുള്ള ആർക്കും എന്ത് ചെയ്യുന്നുണ്ട് ജോലി കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. വർഷത്തിൽ 100 ദിവസം വരെ ജോലി കിട്ടുന്ന പ്രോഗ്രാമാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്കീം ആയിരുന്നു. ഓക്കെ, അപ്പൊ ജസ്റ്റ് നന്നായിട്ട് നോക്കി വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഓക്കെ, അതാണ് അതിൽ നോക്കേണ്ടത്. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് ഇലക്ട്രിക് ബോണ്ട് ആണ്. ഇലക്ട്രിക് ബോണ്ടിന്റെ ഏകദേശം ജനുവരിയിൽ 1213 കോടി വിറ്റിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് മുമ്പത്തേനേക്കാൾ ഡബിൾ ആണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട ഇലക്ട്രിക് ബോണ്ട് എന്താണെന്നുള്ളതാണ്. മുമ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് പാർട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, നേരിട്ട് ഫണ്ട് കൊടുക്കുന്നതിന് പകരം ഇപ്പൊ ഇലക്ട്രിക് ബോണ്ട് വഴിയാണ് എന്ത് ഫണ്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇലക്ട്രിക് ബോണ്ട് അത് ഒരു പുതിയ സ്കീമാണ്. നമ്മളെ SBI ബാങ്കിലാണ് എന്ത് ചെയ്യുന്നത് ഫണ്ട്. SBI ബാങ്കിലൂടെ ഉണ്ട്. അത് ഏകദേശം ഒരു നിശ്ചിത എണ്ണം ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, അത് കൊടുക്കാൻ പറ്റുന്നതാണ്. 1000 മുതൽ എത്ര രൂപ വരെയും എന്ത് ചെയ്യാണ്, ആരാന്ന് കാണിക്കാൻ അനോണിമസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് ഫണ്ടിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ഇലക്ട്രിക് ബോണ്ട് എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം അതും നമുക്ക് GS2 വരുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഇലക്ഷനെ ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാം അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ്. അതിനുശേഷം ഇലക്ട്രിക് ബോണ്ടിന്റെ ഇഷ്യൂസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി നിങ്ങൾ നോക്കുക മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അതാണ് ഫസ്റ്റ് പേജിൽ നിന്ന് നിർബന്ധമായിട്ടും വായിക്കേണ്ട ന്യൂസുകൾ. കുറച്ച് ഇതൊന്നും പൊളിറ്റിക്കൽ ന്യൂസ് ഒന്നും ഒഴിവാക്കാം. പിന്നെ അതുപോലെ തന്നെ റേറ്റിംഗ് ഏജൻസീസിനെ ബന്ധപ്പെട്ട കാര്യങ്ങളും ഡെഫിസിറ്റ് ടാർഗറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവര് അമിതമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുള്ള ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, പിന്നെ റീജിയൽ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഹെഡിങ്ങിലൂടെ മാത്രം വായിച്ചു പോയാൽ മതി. ഡൽഹി ബേസ്ഡ് ആണിത്. ഡൽഹി എഡിഷൻ ആണ് നിങ്ങളത്. കേരള എഡിഷൻ ആണെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട റീജിയൻ ന്യൂസുകളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നെ എഡിറ്റോറിയൽ കോളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു എഡിറ്റോറിയൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഇമ്പീരിയൽ എക്സസസ് എന്നുള്ള അഥവാ നമ്മുടെ ഗവർണേഴ്സിന്റെ റോളുമായി ബന്ധപ്പെട്ടാണ്. GS2 വരുന്ന ടോപ്പിക്കാണ് ഗവർണറുടെ റോൾ എന്നുള്ളത്. വളരെ എപ്പോഴും കോൺട്രവേഴ്സി ഉണ്ടാകുന്ന ഒരു ടോപ്പിക് കൂടിയാണ് ഗവർണർ എന്നുള്ളത്. നിങ്ങൾ നല്ല നോട്ട് അതിന് വേണ്ടി ഉണ്ടാക്കാൻ ശ്രമിക്കണം മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ അതിലുണ്ടായിരുന്നത് നമ്മുടെ ന്യൂസിൽ വരാൻ കാരണം എഡിറ്റർ പറയുന്നത് ഗവർണേഴ്സ് മസ്റ്റ് വർക്ക് വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പാരാമീറ്റേഴ്സിന്റെ ഉള്ളിൽ നിന്നും, അല്ലാതെ സെന്ററിന്റെ ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഗവർണർ വർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ പറയാനുള്ള കാരണം 2-3 സ്റ്റേറ്റ്സിൽ ഗവർണേഴ്സിന്റെ പ്രവർത്തനമാണ്. വെസ്റ്റ് ബംഗാൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും ഗവർണറിന്റെ റിലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എലക്ടഡ് ഗവൺമെന്റ് ആയിട്ടുള്ള ലെജിസ്ലേച്ചറുള്ള റോൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അസന്റ് കൊടുക്കാതെ വിത്ത് ഹോൾഡ് ചെയ്യുന്നതും. ഓക്കെ, ഫോർ എക്സാമ്പിൾ വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ അമെന്റ്മെന്റ് ബില്ല്, അതുകൊണ്ട് തന്നെ അവിടുത്തെ പോളിംഗ് ഡിലേ ചെയ്യുന്നുണ്ട് സിവിക് ബോഡിയിലേക്കുള്ള. ഓക്കെ, അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് അലഗേഷൻസ്. ഓക്കെ, വെൽഫെയർ സ്കീംസും പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ഷൻ സ്പീക്കറിലേക്കുള്ള ഇലക്ഷൻ എന്ത് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2021 മുതൽ അത് വാക്കന്റ് ആണ്. അതുപോലെ തന്നെ വിമൻ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട സേഫ്റ്റി സെക്യൂരിറ്റി ബന്ധപ്പെട്ട സ്കീംസുകളിലും അതുപോലെ തന്നെ അധികം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് 12 പേരെ ലെജിസ്ലേറ്റീവ് കൗൺസിലോട്ട്. അപ്പൊ അത് അധികം റെക്കമെൻഡേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതൊക്കെ നമ്മൾ മഹാരാഷ്ട്ര നേരിടുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മെഡിക്കൽ ഡിഗ്രി കോഴ്സ് ബില്ലുണ്ട്, അത് ഇതുവരെ എന്ത് അസന്റ് കൊടുത്തിട്ടില്ല. അസന്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുകയോ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രസിഡന്റിലേക്ക് റിസർവ് ചെയ്തിട്ടില്ല. അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാണ്, അത് ഗവർണർ ഇത്രത്തോളം വിത്ത് ഹോൾഡ് ചെയ്യുന്നത്, അതെന്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിൽ ലെജിസ്ലേറ്റീവിന്റെ വർക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഗവർണേഴ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, എലക്ട് ചെയ്ത് വരുന്ന ലെജിസ്ലേറ്റീവിന്റെ എടുക്കുന്ന സമീപനങ്ങൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന് എതിരായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഇതൊന്ന് വായിക്കുക. അതിന്റെ കൂടെ നിങ്ങൾ ഗവർണേഴ്സുമായി ബന്ധപ്പെട്ട GS2 വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഗവർണറുടെ റോള്, ഗവർണർ ക്രിറ്റിസം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ നോക്കിയതാണ്. അപ്പൊ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട സർക്കാർ കമ്മീഷനും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ കൂടെ നോക്കി വെക്കാം. കമ്മീഷൻസും റെക്കമെൻഡേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവർണറുടെ റോള് നോക്കി വെക്കാം കേട്ടോ. ഗവർണർ നേരിടുന്ന ഇഷ്യൂസും നമ്മുടെ കാര്യങ്ങളും. പിന്നെ ഈ ഒരു ജസ്റ്റ് വായിച്ചാൽ മതി. ഈ ഒരു അടുത്ത ന്യൂസ് WHO ചീഫ് പറഞ്ഞിട്ടുണ്ടെന്നാണ്, പല രാജ്യങ്ങളും ഇത്തിരി ഒമിക്രോൺ വേരിയന്റ് ഒക്കെ ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ട് പോലും അത്രത്തോളം സീരിയസ് ആയി കാണാതെ, ഫോർ എക്സാമ്പിൾ ബ്രിട്ടൻ, ഫ്രാൻസ്, അയർലൻഡ്, നെതർലാൻഡ് പോലത്തെ രാജ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കോവിഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഭയ റെസ്ട്രിക്ഷൻസ് ഒക്കെ വേണം. അതുപോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഇതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് WHO ചീഫ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കുക. WHO കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാനും ശ്രമിക്കുക. ഇന്ത്യൻ അടക്കം അതിൽ പറയുന്നുണ്ട്. ഇന്ത്യ അടക്കം ചെയ്തിട്ടുണ്ട് ഈ ഒരു പുതിയ വേരിയന്റ് വന്നപ്പം. പിന്നെ മറ്റൊരു നിങ്ങൾ വായിക്കേണ്ട ന്യൂസ് ഇന്ത്യ ബ്രിട്ടൻ ആണ്. ഫ്രീ ട്രേഡ് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റി നമുക്ക് നേരുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ത്യ ബ്രിട്ടന്റെ ഈ ഒരു കോളം നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, IR വരുന്ന ടോപ്പിക്കാണ്.
പിന്നെ സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റിന്റെ ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ന്യൂസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ പൊളിറ്റിക്കൽ ന്യൂസ് ആണ്, ജസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, താല്പര്യമുള്ളത്. പിന്നെ ഈ ഒരു അമെന്റ്മെന്റ് അലോ ചെയ്തിട്ടില്ല. ഓക്കെ, ഈ ഒരു പാർലമെന്റ് GS2 വരുന്ന ഏരിയയാണ് പൊളിറ്റിയൻ ഇതിൽ പാർലമെന്റ് എന്നുള്ള ഏരിയയിൽ നമ്മുടെ ഇപ്പൊ ഈ പ്രസിഡന്റ് അഡ്രസ് ഉണ്ടായിട്ടുണ്ട് പുതിയ സെഷനിൽ. അപ്പൊ അത് ഈ അമെന്റ്മെന്റ് മോഷൻ ഓഫ് താങ്ക്സിന് എന്ത് ചെയ്യാണ് ആ പ്രസിഡന്റിന്റെ അതിലേക്ക് അമെന്റ്മെന്റ് പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഇത് പെഗാസുമായി ബന്ധപ്പെട്ടും കോവിഡുമായി ബന്ധപ്പെട്ടും ഇതിൽ അലോ ചെയ്തിട്ടില്ല എന്നാണ് ന്യൂസ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് മോഷൻ ഓഫ് താങ്ക്സ് ആണ് നോക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, മോഷനാണ്. ഹൗസിൽ എന്ത് വെനസ്ഡേ അത് മൂവ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മോഷൻ ഓഫ് താങ്ക്സ്? പ്രസിഡന്റ് സ്പീച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു ഇതാണ്, മോഷനാണ്. മോഷൻ ഓഫ് താങ്ക്സ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. പാർലമെന്റിനെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനി ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ പാർലമെന്റ് എന്നുള്ള ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വായിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ബോണ്ടിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. സ്കീം എന്ന് പറയുന്നത് 2018 സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യൻ സിറ്റിസൺസിനോ അല്ലെങ്കിൽ കമ്പനീസിനൊക്കെ പറ്റും കേട്ടോ. ആർക്കൊക്കെ പറ്റും നോക്കണേ, ഫോറിനേഴ്സിനല്ല, ഇന്ത്യൻ സിറ്റിസൺസിന്. ഇന്ത്യൻ സിറ്റിസൺസിന് നിങ്ങളുടെ പേപ്പർ ഉണ്ടാവും, നിങ്ങളടുത്ത് വായിക്കണം. ഞാൻ ചിലതൊക്കെ സൂം ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സ്കീം, ഈ സ്കീം സ്റ്റാർട്ട് 2018 അത് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ സിറ്റിസൺസിനോ അല്ലെങ്കിൽ കമ്പനീസിനോ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോണ്ട് വാങ്ങാൻ പറ്റും. 29 SBI ബ്രാഞ്ച് എന്നാണല്ലോ കേട്ടോ. ഓക്കെ, 1000 മുതൽ 10,000, 1 ലക്ഷം, അങ്ങനെ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അനോണിമസ് ആയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇലക്ട്രിക് ബോണ്ട്. 2018 തുടങ്ങിയ പ്രോഗ്രാമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കാം. അപ്പൊ അത് ഇപ്പം റീസെന്റ് ഇത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, ഹൈ റെക്കോർഡായിട്ടുള്ള അതിലേക്ക് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ ഇഷ്യൂസും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. ഇത് കൂടാതെ ഇതിന്റെ ഇഷ്യൂസ് ഓക്കെ SBI ബ്രാഞ്ചിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. എല്ലാ SBIയിലും ഇല്ല, 29 ബ്രാഞ്ചിൽ മാത്രമേ പറ്റുള്ളൂ. മറ്റൊരു ന്യൂസ് ഉണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിൽ അലോക്കേഷൻ ചിൽഡ്രൻസ് ഷെയർ വളരെ കുറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, 11 ഇയർ ലോയിലാണ് കിടക്കുന്നത്. ഏകദേശം അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി, അവരുടെ ഹെൽത്തും എഡ്യൂക്കേഷൻ വന്നവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയൊക്കെ കൊടുക്കുന്നതിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് അലോക്കേഷൻ 2022-23 ലക്ഷം 92,000 കോടിയാണ്. അത് മറ്റേ അലോക്കേഷൻ നോക്കുമ്പോൾ മുമ്പ് 85,000 ആയിരുന്നു ലാസ്റ്റ് ഇയർ. അത് എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സൊല്യൂട്ട് ടേമിൽ 8.9% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ടോട്ടലി എക്സ്പെൻഡിച്ചർ, ബഡ്ജറ്റിന്റെ എക്സ്പെൻഡിച്ചർ ഇൻക്രീസിന് വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ് വളരെ കുറവാണെന്നുള്ളത്. അഥവാ ഇപ്പൊ ടോട്ടൽ ഷെയർ നോക്കുകയാണെങ്കിൽ എത്രയേ ഉള്ളൂ, 2.35% എന്ത് ചെയ്തിട്ടുള്ളൂ ബഡ്ജറ്റിലേക്ക് ഈ ഒരു ചിൽഡ്രന് വേണ്ടി കൊടുത്തിട്ടുള്ളൂ. അത് ഏകദേശം 0.11% എന്താണ് കുറവാണ് കഴിഞ്ഞ വർഷത്തെക്കാളും. ആ ഒരു ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ന്യൂസ്. ഇനി ബഡ്ജറ്റ് ഡിസ്കഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷൻസിന് വേണ്ടി എത്രത്തോളം ഇതൊക്കെ പൊളിറ്റിക്കൽ ന്യൂസ് നിങ്ങൾക്ക് ജസ്റ്റ് ഇതാക്കാം. പിന്നെ അതുപോലെ തന്നെ സുപ്രീം കോടതി ഇതിന്റെ കൂടുതലായിട്ട് ഹൈക്കോർട്ട് വാക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അത് നമുക്കറിയാം, ഇവിടെ നമ്മൾ കൊളീജിയൻ സിസ്റ്റം എന്നല്ല പറഞ്ഞിരുന്നു. കൊളീജിയൻ സിസ്റ്റം ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ 7 ഹൈക്കോർട്ടിലേക്ക് അപ്പോയിന്റ്മെന്റ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. കൊളീജിയൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസും അതുപോലെ തന്നെ 4 സീനിയർ മോസ്റ്റ് ജഡ്ജും കൂടി വരുന്നതാണ്. അവരാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിസ്റ്റത്തിൽ നമ്മൾ ഇഷ്യൂ ആയിട്ട് പറയാറുണ്ട്, ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി കുറവാന്നുള്ള രീതിയിൽ എന്ത് പ്രൊസീജിയർ അവർ സ്വീകരിക്കുന്നു എന്നുള്ളത് എന്താണ് നമുക്ക് വ്യക്തമല്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അതിനുവേണ്ടിയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, അത് നോക്കി വെക്കുക. NJAC ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇത് GS2 വരുന്ന ഏരിയയാണ്. അപ്പൊ ഈ ഇപ്പൊ ഹൈക്കോടതി നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ജുഡീഷ്യൽ വാക്കൻസിയാണ്. നമ്മൾ ജുഡീഷ്യറി നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ, നമ്മൾ 2-3 പ്രശ്നങ്ങൾ പറയാറുണ്ട്. ഒന്ന് ജുഡീഷ്യൽ വാക്കൻസി, പിന്നെ ജുഡീഷ്യൽ പെൻഡിങ് കേസുകൾ. ഈ വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരേ സമയത്ത് കൊളീജിയം റെക്കമെൻഡേഷൻ കൊടുത്താൽ മാത്രം പോരാ, അത് എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അപ്പൊ അപ്രൂവലൊക്കെ വളരെ ഡിലേ വരുന്നുണ്ട്. അപ്പൊ ഈ അപ്പോയിന്റ്മെന്റിന്റെ റെക്കമെൻഡേഷൻസ് വളരെ കൂടിയിട്ടുണ്ട് ഇപ്പൊ ഈ റീസെന്റ്. ഓക്കെ, 7 ഡിഫറെന്റ് ഹൈക്കോർട്ടിലേക്കുള്ള ജഡ്ജിന്റെ റെക്കമെൻഡേഷൻസ് ഇതിന്റെ കൊളീജിയം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. കൊളീജിയം മീറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഏകദേശം 25 ഹൈക്കോർട്ടിലായിട്ട് 411 വാക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജുഡീഷ്യൽ വാക്കൻസി എന്നുള്ള ഒരു ഏരിയ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ജുഡീഷ്യറി നേരിടുന്ന ചലഞ്ചസിൽ വാക്കൻസി ഡാറ്റ നോക്കി വെക്കുക. ഹൈക്കോടതിയിൽ എത്രത്തോളം അപ്പോയിന്റ്മെന്റ് വാക്കന്റ് ഉണ്ട്, അത് കൂടാതെ മറ്റുള്ള കോടതികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളം വാക്കന്റ് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, അതാണ്. പിന്നെ ഇതൊക്കെ ജസ്റ്റ് വായിച്ചാൽ മതി. കോവിഡിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്.
പിന്നെ എക്കോണമി ഇതിലേക്ക് ബിറ്റ്വീൻ ഒളിമ്പിക്സ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നാറ്റോനെ നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്താണ് നാറ്റോന്റെ റഷ്യ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്, യുക്രൈനിലെ ഇഷ്യൂ. പിന്നെ ഇന്ത്യ എക്സിം ബാങ്ക് എത്തിയിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് ഏകദേശം $500 million ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യന്റെ എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയും. അതെന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെന്റ് ശ്രീലങ്കക്ക് ഈ ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യ ശ്രീലങ്ക റിലേഷൻ പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഓഫ് ക്രെഡിറ്റ് ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ശ്രീലങ്ക വളരെ എക്കണോമിക്കലി ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. അതിന്റെ ഭാഗമായിട്ട് കൊടുത്താൽ വളരെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിലാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നോക്കുക, ഇന്ത്യ ശ്രീലങ്ക GS2 IR എന്ത് ചെയ്യുക, ഈ ടോപ്പിക് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇന്ത്യ ശ്രീലങ്ക റിലേഷന് അത് കൂടാതെ കുറച്ച് പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ചൈനന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ശ്രീലങ്കയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യക്ക് ഒരു പ്രശ്നമാണ്. പിന്നെ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒക്കെ ഈ ഏറ്റവും ഹൈലൈറ്റ് ഓഫ് ബഡ്ജറ്റ് ആയിട്ട് പറയുന്നത്. ബഡ്ജറ്റ് ഓരോ മേഖലയിലും എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ജസ്റ്റ് നോക്കുക, അതാണ് ഇതിൽ എക്കോണമിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇന്നത്തെ ന്യൂസിൽ പ്രധാനമായിട്ടും വായിക്കേണ്ട ന്യൂസുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടൊന്ന് വായിക്കാം. ഈ ന്യൂസ് കൂടി ഒന്ന് വായിക്കാൻ ശ്രമിക്കട്ടോ. അലുമിനിയം സെക്ടർ നേരിടുന്ന പ്രശ്നം കോൾ സ്റ്റോക്ക് എന്നീ ക്രിട്ടിക്കലി ലോ ആണ്. അപ്പൊ ഇന്ത്യന്റെ കോൾ സെക്ടറിനെ കുറിച്ചൊന്ന് വായിക്കാൻ മനസ്സിലാക്കുക. നമ്മൾ കോൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. നമുക്ക് നല്ലത്തോളം റിസോഴ്സ് ഉണ്ടെങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്ന് നോക്കുക. അതാണ് ഇന്നത്തെ ന്യൂസ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത്. മറ്റൊരു ന്യൂസുമായിട്ട് നമുക്ക് ഉടൻ കാണാം. ഇതുവരേക്കും ബൈ.